ഇനി നിങ്ങൾ എപ്പോഴും ഫെസിലിറ്റി പ്ലാനിങ് നടത്തുമ്പോൾ യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്തിനാണ് ഫെസിലിറ്റി പ്ലാനിങ്, വൈ ആർ വി ഡൂയിങ് ദിസ് തിങ്സ്, അല്ലെ വൈ ആർ വി അറേഞ്ചിങ് ഓൾ ദിസ് ഫെസിലിറ്റീസ് എന്നുള്ളത്. വി ഹാവ് ടു ലുക്ക് അഹെഡ് അറ്റ് ഫെസിലിറ്റി നീഡ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ദ കണ്ടെക്സ്റ്റ് ഓഫ് യുവർ ഓർഗനൈസേഷൻ അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കോർ ഫെസിലിറ്റി പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് നമ്മളുടെ കമ്പനിയുടെ മുൻപിലുള്ളത് ഏതാണ്, നമ്മുടെ വാട്ട് ആർ അവർ ഫെസിലിറ്റി ഗോൾസ് എന്നറിയുന്നത് വളരെ അത്യാവശ്യമാണ്. അത് കോസ്റ്റ് ആസ് ലോ ആസ് പോസിബിൾ ആണോ, അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ടാലന്റിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കലാണോ, ഒരു നമ്മുടെ സ്വന്തം എന്നുള്ളൊരു വീട്ടിലൊക്കെ ഒരു ഹോംലി ഫീലിംഗ് കൊടുക്കുന്ന രീതിയിൽ ഒരു കൾച്ചറലി ബിലോങ്ങിങ് ഫീലിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണോ, പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാനോ, ഗ്രോത്ത് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതോ, അതോ സ്പേസ് യൂട്ടിലൈസേഷൻ ഇംപ്രൂവ്, എന്താണ് നമ്മളുടെ ഫെസിലിറ്റി ഗോൾ? ഫെസിലിറ്റി പ്ലാനിങ് കൊണ്ട് വാട്ട് ആർ വി എയിമിങ് ടു അച്ചീവ് ആണ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെസിലിറ്റിയുടെ ദൗർലഭ്യം കൊണ്ട് അൺനെസസറി ലോസുകൾ ഉണ്ടാവാൻ പാടില്ല, അൺനെസസറി കോസ്റ്റ് ഇൻക്രീസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ all the facilities are available means everything goes well. So if everything goes well, accordingly മാത്രമേ കോസ്റ്റ് വരുള്ളൂ, വേറെ അൺഎക്സ്പെക്റ്റഡ് കണ്ടീജൻസി കോസ്റ്റ് ഒന്നും വരില്ല. സോ അതായിരിക്കാം ചില കമ്പനീസിന്റെ ഫെസിലിറ്റി ഗോൾ. ഇനി ചില സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ നമുക്കറിയാം ചില ജോലി സ്ഥലമൊക്കെ ആവുമ്പോൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയാ, നമുക്കൊരു കംഫർട്ടാണ്. അപ്പൊ ആൾക്കാർക്ക് ടാലൻസ്, നല്ല കഴിവുള്ള ആൾക്കാർ അട്രാക്റ്റഡ് ആവും ആ ഒരു വർക്ക് കൾച്ചർ അല്ലെ ഒരു സൂപ്പറാണ്. സോ വർക്ക് പ്ലേസ് ഇസ് വെരി അട്രാക്റ്റീവ്, സോ യു ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ആൻഡ് വർക്കിംഗ് ദർ. ഇനി ഒരു നമ്മളുടെ ഒരു വീട്ടിലൊക്കെ പോലെ ലൈക്ക് ഇറ്റ്സ് ബീൻ ലൈക്ക് യു ആർ ഇൻ യുവർ ഹോം, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ആൾക്കാരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരവരുടെ കമ്പനീസിലാണ്, കോളേജസിൽ കണ്ടിട്ടില്ല, കമ്പനീസിലൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്കൊരു സെപ്പറേറ്റ് ഫാക്കൽറ്റി ക്യാബിൻസോ അല്ലെങ്കിൽ നമ്മുടെ റൂം പോലത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഈവൻ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കൊണ്ട് ആൾക്കാർ വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ സൂക്ഷിക്കുക. അപ്പൊ അവരത് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഒരു ഡിസൈൻ ചെയ്തൊക്കെ എടുക്കണം കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് മീൻസ് ദാറ്റ് നമുക്ക് വി ഷുഡ് ഫീൽ ദാറ്റ് വി ആർ ഇൻ അവർ ഹോം, ആ വീട്ടിലുള്ള പോലൊരു ഫീൽ നമുക്ക് തോന്നണം. ഇനി പ്രൊഡക്ടിവിറ്റി, ചിലപ്പോൾ എല്ലാ ഫെസിലിറ്റീസും കയ്യെത്തും ദൂരത്തും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് എവറിത്തിങ്, നല്ലൊരു എക്സ്ട്രാ ഫെസിലിറ്റീസും ഉണ്ട്, ഓപ്പറേഷണൽ ഫെസിലിറ്റീസും ഉണ്ട്. സോ ഇറ്റ് മീൻസ് ദാറ്റ് വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ദേ ഡു ദെയർ മാക്സിമം. അതുപോലെ തന്നെ മെഷീന്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണെങ്കിലും എവറിത്തിങ് ഈസ് ടു ദ മാക്സിമം. ഇനി ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ എക്സ്പാൻഷൻ, ഒരുപാട് എക്സ്പാൻഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈവൻ ലാൻഡ് അക്വയർ ചെയ്യുന്ന കാലം തൊട്ട് നമുക്കത് ബോധം ഉണ്ടായിരിക്കണം. ആവശ്യം അനുസരിച്ച് ഇപ്പൊ കോളേജ് ആവശ്യമുള്ള അത്ര സ്ഥലം അക്വയർ ചെയ്തെടുത്താലേ ഭാവിയിൽ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനും അങ്ങോട്ട് വളർന്ന് പോകാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കോളേജ് വെച്ചൊരു ചെറിയ സ്ഥലത്ത് വെച്ചാൽ തൊട്ടടുത്തൊരു വീട് ആരെങ്കിലും കൊണ്ടുവച്ചാൽ ഒരിക്കലും നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലം എടുത്ത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. യു വിൽ ഹാവ് ടു പ്ലാൻ, ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പൊ എക്സ്പാൻഷൻ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ സ്ഥലത്തിലെ അക്വയറിങ്, യുവർ പ്ലാനിങ് ഫോർ ഗ്രോത്ത്, എല്ലാ കാര്യങ്ങളും സ്ഥലം അക്വയർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിലാണ് വേണം. ഇനി സ്പേസ് യൂട്ടിലൈസേഷൻ, ഉള്ള എല്ലാ സ്പേസും ഇഫക്റ്റീവ്ലി ആണോ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ക്രോസ് ചെക്കിങ്, അതും എന്താണ് അതപ്പോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫെസിലിറ്റി ഗോൾ? വളരെ പരിമിതമായ സ്ഥല സൗകര്യമുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഉള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതുപോലെ സോ അക്കോർഡിംഗ്ലി വാട്ട് ഈസ് യുവർ ഫെസിലിറ്റി പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്, വാട്ട് ഈസ് യുവർ ഫെസിലിറ്റി ഗോൾ എന്നുള്ളത് ഓരോ കമ്പനിയും സെറ്റ് ചെയ്യണം. ഇനി വൈ ഫെസിലിറ്റി പ്ലാനിങ് അല്ലെങ്കിൽ വൈ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ, മുമ്പൊക്കെ ഉള്ളതിൽ നിന്നും വളരെ കൂടുതൽ റാപ്പിഡ് ഫേസിലാണ് ഫെസിലിറ്റി പ്ലാനിങ് ബാർ മാനേജ്മെന്റ് റോൾ ബ്രോഡൻ ചെയ്യുന്നത്.
ഫെസിലിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസും സ്കിൽ സെറ്റും സത്യം പറഞ്ഞാൽ വളരെ ഇപ്പോൾ കൂടുകയാണ്. ഫെസിലിറ്റി പ്ലാനിങ്ങിനും മാനേജ്മെന്റിനും വേണ്ടി കമ്പനീസ് നീക്കി വെക്കുന്ന ബഡ്ജറ്റ് സത്യത്തിൽ പറഞ്ഞാൽ വളരെയധികം കൂടിയിട്ടുണ്ട്. സോ വൈ ഇസ് ഇറ്റ്? ബിക്കോസ് മോഡേൺ സൊസൈറ്റി ബിസിനസ് ചെയ്യുന്ന രീതി സത്യം പറഞ്ഞാൽ ഇപ്പൊ വല്ലാണ്ട് മാറി. പണ്ടത്തെ ഒരു രീതിയിലുള്ള കണ്ടക്ഷൻ ഓഫ് ബിസിനസ് അല്ല. യു ഹാവ് എ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ബിസിനസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫെസിലിറ്റി പ്ലാനിങ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. കുറെ ട്രെൻഡുകൾ, ഇപ്പൊ സോഷ്യൽ ട്രെൻഡ്സ് ആണ് അതിന്റെ ട്രൂ റീസൺ എന്ന് പറഞ്ഞാൽ. ഒന്ന് പറയുന്നത് എമർജൻസ് ഓഫ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. എന്ന് പറഞ്ഞാല് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരുപാട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഒബ്ജക്റ്റുകൾ ഉണ്ട്. You have many physical devices available now for data exchange. അപ്പൊ അതിൻ്റെ ഒരു എമർജൻസ്. അതുപോലെ തന്നെ ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻ ഇസ് ബിൽഡിംഗ് ഓട്ടോമേഷൻ ആൻഡ് മോണിറ്ററിങ്. ഇപ്പൊ എല്ലാവരും ഓട്ടോമാറ്റിക് ആണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഈവൻ നമ്മൾ എന്താ പറയുക, ഒരു കപ്പ് ഓഫ് കോഫി പോലും ഒരു മെഷീൻ, വെൻഡിങ് മെഷീൻ വഴി നമുക്ക് ലഭിക്കും. അത്രയും ഇറ്റ്സ് ഓട്ടോമേറ്റഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഓട്ടോമേഷന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഒന്നല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓട്ടോമേറ്റഡ് ആണ്. ഇനി എംപ്ലോയീസിനെ എൻഗേജ് ചെയ്യേണ്ടത് ഇപ്പോൾ വളരെ ആവശ്യമാണ്. കാരണം ഈ എംപ്ലോയീസ് ആക്റ്റീവ്ലി ഡിസെൻഗേജ്ഡും കൂടി ആയാൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഫെസിലിറ്റീസിന്റെ ദൗർലഭ്യമൊക്കെ ആൾക്കാർക്ക് എംപ്ലോയീസിന് വന്നാൽ അവർ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷന് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. സോ പ്രോപ്പർലി ഇഫക്റ്റീവ്ലി എംപ്ലോയീസിനെ എൻഗേജ് ചെയ്യേണ്ടത് ഇപ്പോൾ വളരെ ആവശ്യമാണ്. ഇനി ഹെൽത്ത്, വെൽനെസ്, വെൽബീങ് ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എവറി പീപ്പിൾ, ഒരു വർക്കർ പണ്ടൊക്കെ ചിലപ്പോൾ ഒരു ആരോഗ്യം മറന്നൊക്കെ പണിയെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് യു ആർ കോൺഷ്യസ് അബൌട്ട് യുവർ ഹെൽത്ത്, യു വോണ്ട് യുവർ സെൽഫ് ടു ബി വെൽബീങ്, ഒരു വെൽനെസ്, ഇതൊക്കെ നമ്മൾ ആവശ്യം നമുക്ക് ഉണ്ട്. നമ്മൾ വെറുതെ പൈസ എന്നുള്ള മാത്രമല്ല, യു വോണ്ട് തിങ്സ് ടു ഹാപ്പൻ ഇൻ എ പ്രോപ്പർ നൈസ് മാനർ. ഇല്ലെങ്കിൽ യു ഹാവ് മെനി അതർ ഓപ്ഷൻസ്. നമ്മൾ ക്വിറ്റ് ചെയ്ത് വേറെ ഓപ്ഷൻസ് ടേക്കപ്പ് ചെയ്യും. സോ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. IT ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇവോൾവിംഗ് ആണ് അല്ലെ. ഇപ്പൊ എല്ലാ കാര്യവും ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കലാണ്. റിയൽ എസ്റ്റേറ്റ് മോഡൽസ് പലതരത്തിലുള്ള ബിൽഡിങ്ങിന്റെ, ഇപ്പൊ ഗ്രീൻ ബിൽഡിങ്, നമ്മുടെ ഒരു എൻവിറോൺമെന്റിന് ഇമ്പാക്ട് ഉണ്ടാക്കാതെ ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ ബിൽഡിംഗ് മെത്തേഡ്, അങ്ങനെ പലതരത്തിലുള്ള ഫെസിലിറ്റി റിയൽ എസ്റ്റേറ്റ് മോഡൽസ് വരുന്നുണ്ട്. ആൻഡ് എബവ് ഓൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് ലെസ് ഇമ്പാക്ട് ഓഫ് എൻവിറോൺമെന്റ്. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോൾ പോലും we are concerned about sustainable development and we bother about whether it creates some sort of negative impact on the environment. So ഇതൊക്കെയാണ് emerging trends, social trends which are deeply rooted എന്നുള്ളത് കൊണ്ട് facility management is highly relevant nowadays. ഇനിയാണ് ഫെസിലിറ്റി പ്ലാനിംഗ് പ്രോസസ്. ഇതിന് സ്ട്രാറ്റജിക് ഫെസിലിറ്റി പ്ലാനിംഗ് എന്നും പറയുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു ആക്ച്വലി ഫെസിലിറ്റി പ്ലാനിങ്. പക്ഷെ ഇപ്പോൾ ഫെസിലിറ്റി പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കാരണം അതൊരു സ്ട്രാറ്റജിക് ടോപ്പ് ലെവൽ പോളിസി മേക്കേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സായി മാറിയിട്ടുണ്ട്. സോ യു കോൾ ഇറ്റ് എ സ്ട്രാറ്റജിക് ഫെസിലിറ്റി പ്ലാനിങ്. അതിനൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗോസ് റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ആണ്. കാരണം ആദ്യം അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്തിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക? അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് യുവർ ഓർഗനൈസേഷൻസ് വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, പോളിസി, പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസ് ഒക്കെ, ബഡ്ജറ്റ്, ഇതൊക്കെ. ഒരു ഓർഗനൈസേഷന്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, പോളിസീസ് എന്താണ്, പ്രോഗ്രാംസ് എന്താണ്, ബഡ്ജറ്റ് അവൈലബിലിറ്റി എന്താണ്, ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഫെസിലിറ്റി പ്ലാനിങ്ങിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ടുകൾ, ഈ പോലെ സോട്ട് അനാലിസിസുകൾ നമ്മൾ നടത്തണം.
ഇങ്ങനെ സോട്ട് അനാലിസിസ് ഒക്കെ നടത്താൻ നമുക്ക് ടൂളുകൾ ഉണ്ട് കേട്ടോ. വെറുതെ നമ്മളൊരു സ്ട്രെങ്ത് വീക്ക്നെസ് എഴുതിയിട്ട് അങ്ങനെയല്ല. പക്ഷെ യു ഹാവ് ടൂൾസ്, സയന്റിഫിക് ടൂൾസ് ഉണ്ട് ഈ സോട്ട് അനാലിസിസ് ഒക്കെ നടത്താനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ യു ഹാവ് ടു ഗോ പ്ലാനിങ്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മളത് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ. സോ ഫെസിലിറ്റി പ്ലാനിങ് പ്രോസസ്സ് പറയുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. അണ്ടർസ്റ്റാൻഡ്, അനലൈസ്, പ്ലാൻ ആൻഡ് ആക്ട് ആണ്. പക്ഷെ ഇതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ ചടങ്ങാണ്. ബിക്കോസ് ഒരു ഓർഗനൈസേഷന്റെ ഗോളും മിഷനും വിഷനും അവരുടെ ഒബ്ജക്റ്റീവും, അതായത് വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഫോർ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഇസ് എക്സിസ്റ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യന് മനസ്സിലാക്കുക, അതിനുള്ളൊരു ഉത്തരം മനസ്സിലാക്കലാണ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻസിന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, അങ്ങനെ മേ ബി അതായിരിക്കും അവരുടെ വിഷൻ. അല്ലെങ്കിൽ ഒരു 21st സെഞ്ചുറിയിലും അതിനപ്പുറമുള്ള സെഞ്ചുറീസിലേക്കൊക്കെ ജീവിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അവിടെയുള്ള സ്റ്റുഡൻസിനെ വളർത്തിയെടുക്കുക. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചില സമയത്ത് കമ്പനി ആവുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അങ്ങനെയാണ് നമ്മുടെ മിഷനെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റി പ്ലാനിങ്ങുകൾ വേണം നടത്താൻ. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യണം എന്തൊക്കെ നിലവിലാണ്, നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ നോക്കുന്ന പോലെ കറണ്ട് ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട്, ഫെസിലിറ്റി ഡെഫിഷ്യൻസി എവിടെയൊക്കെയുണ്ട്, ആ ഡെഫിഷ്യൻസി കൊണ്ട് എക്സ്ട്രാ കോസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ടോ, ഇനി ചില ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് കോസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ. അപ്പൊ അങ്ങനെ യു ഹാവ് ടു ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം, വിൽ ഹാവ് ടു അനലൈസ്. എന്നിട്ട് വേണം നമ്മൾ വാട്ട് ആർ ഫെസിലിറ്റീസ് അവൈലബിൾ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാനും അതനുസരിച്ചിട്ട് വേണം വിൽ ഹാവ് ടു